ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നറിയോ? കണ്ടാൽ എന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും, എന്തോ ഒരു അൽക്കുലത്ത് തോരനാണെന്നല്ലേ. അപ്പോൾ ഇതാ മനസ്സിലാക്കിക്കോളി, നല്ലൊരു ചീരച്ചേമ്പ് തോരനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും വന്നതല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചിൻ്റെ വീട്ടിലെ നല്ലോണം നമ്മുടെ ചീരച്ചേമ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ ദിവസമായി പറയുന്നത് ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണെന്ന് നോക്കട്ടോ. അപ്പോൾ എല്ലാം അങ്ങനെ ട്രൈ ചെയ്യണം, നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്താലോ നോക്കിയിട്ടേ നമ്മളിതാ ഇന്നൊരു 4 താള് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ താളെന്നാട്ടോ പറയുക. അപ്പോൾ നമ്മൾ സാധാരണ ചേമ്പും താളൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും വെക്കുക. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3-4 തണ്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചേമ്പിൻ്റെ. എന്നിട്ട് ഇലയോട് കൂടിയിട്ടത് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഒരു വെള്ള കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു തോരൻ കേട്ടോ. എന്നും നമ്മൾ പലതരം തോരനൊക്കെ വെക്കുന്നതല്ലേ, ചില ദിവസങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ നമ്മുടെ വലിയമാരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ചേമ്പുള്ളി പറിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ മേലത്തെ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ചീന്തിയെടുക്കണം കേട്ടോ. അപ്പം നമ്മളെ മലപ്പുറത്തേര് അങ്ങനെയൊക്കെ പറയും, നിങ്ങളെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ നന്നായിട്ട് ജലദോഷം പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇതാ അതിൻ്റെ അതൊക്കെ ഇങ്ങനെ ചീന്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അതിൻ്റെ വലിയ താളൊക്കെ ചേച്ചി മുറിച്ചെടുത്തിട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറയേ, നീ പോയിട്ട് ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ. അപ്പം നമ്മളിതാ അങ്ങനെ അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് വലുതായിട്ട് എന്തായാലും കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മൾ ഈ താളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടണതാണ് കേട്ടോ. അധികം വേവും കാര്യങ്ങളൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാക്കാം. എങ്കിലോ പള്ളം നിറയെ ചോറൊക്കെ തിന്നിട്ട് നമ്മൾ സാധാരണ ഈ ഒരു നാടൻ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നാൻ നമുക്ക് ഒരു കേടും വരില്ല കേട്ടോ. എന്നും ബീഫും ചിക്കനൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ. അപ്പം നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മീൻ കറിയും അതും ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇല കൂട്ടാനും അച്ചാറും അതും ഇതൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്, അപ്പോൾ അച്ചാറിടൽ തന്നെയാണോ സ്പെഷ്യലി, ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ അച്ചാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ് കേട്ടോ. അച്ചാറിടാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്, അതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ നമ്മളെ ചേമ്പൊക്കെ ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഞാനിത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കണ്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് പീഞ്ഞെടുക്കുകയെന്ന് അറിയില്ലേ, അങ്ങനെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൊറിയൊന്നും ഇല്ല കേട്ടോ, പക്ഷേ എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നാലോ ഒന്ന് കരുതിയിട്ട് ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കണ്ട് പീഞ്ഞെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ താളിങ്ങനെ കുഴഞ്ഞു പോയില്ല കേട്ടോ, അതൊരു ഇതായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആദ്യമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുറി തേങ്ങയും പിന്നെ കുറച്ച് നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ 2 പച്ചമുളകും 2 ഇല്ലി വെളുത്തുള്ളി 2 ഇല്ലി ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നമുക്കിത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ തേങ്ങ ഒക്കെ ചിരക്കി വെച്ചാൽ പെട്ടെന്ന് പണിയൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ തേങ്ങ ഒക്കെ ചിരക്കി വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി തടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കടുക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് കടുക് അത്ര കണ്ട് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിക്ക് ഉപ്പേരിയിൽ ഇതിലൊക്കെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയും പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ കാന്താരി മുളകോ പിന്നെ വേറെ എന്തെങ്കിലും പച്ചമുളക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ കാന്താരിമരൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പച്ചമുളക് ഇല്ല നീളത്തിലുള്ള പച്ചമുളക് ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഒരു ഇലയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളെ ഈ ഒരു ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇലകൾ മുറിച്ചെടുത്തിട്ടില്ലേ അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ, പെട്ടെന്ന് റെഡിയാവും. നമ്മൾ ചീരപ്പേരിയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ
ഇതാ നമ്മളെ താളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെക്കാം. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ. ഇനി വീഡിയോ ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും, അറിയില്ല, പറ്റുന്ന പോലെയൊക്കെ ഇടും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താ പറയുക, നമ്മളെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരുപാട് ചേട്ടന്മാരൊക്കെ കണ്ടിട്ട് എന്നും അവരെ പറയാൻ മറക്കും. അവർ നമുക്ക് ലൈക്കും കമൻറ്റും എല്ലാം സപ്പോർട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ളതെന്ന് പറഞ്ഞാൽ തോനെ ഉപ്പിട്ടിട്ടുണ്ട്, കയ്പ്പിക്കരുത് കേട്ടോ. ഇലകളിലൊക്കെ ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഇല്ലയെന്ന് കണ്ടതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇലകളിലൊക്കെ ഉപ്പ് കൂടിയാൽ പിന്നെ ഒന്നിനും പറ്റില്ല കേട്ടോ. നമ്മളെ ചീര പിന്നെ ഇങ്ങനെയുള്ള തോരനൊക്കെ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിത് അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം നോക്കും. എന്നിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. നമ്മളെ അനിയത്തി കുട്ടികളുണ്ട്. നമ്മളെ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അഫ്സത്ത് ഉണ്ട്. പിന്നെ ഒരു സിനാൻ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇടാറുണ്ടായിരുന്നു. സിയാദ് പറഞ്ഞിട്ട് ആരും ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ കമൻറ്റ് ഇടണില്ല കേട്ടോ. എന്ത് പറ്റി, എൻ്റെ വീഡിയോ ഒന്നും ഇഷ്ടമല്ലാതായോ, ആരും കാണുന്നില്ല. ലൈക്കൊക്കെ വളരെ കുറവാട്ടോ. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുഞ്ഞു ചാനലൊക്കെ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ ഈ ഒരു തേങ്ങല്ലേ, അതിലേക്ക് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം മുട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാ എങ്ങനെയാണ് നമ്മളെ തോരന് വെക്കുക അതേപോലെ തന്നെ കേട്ടോ. എങ്കിലും പ്രത്യേക ടേസ്റ്റും ഹെൽത്തിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഒരു കമൻറ്റ് ഇടുക കേട്ടോ. ട്രൈ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിലും കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. വീട്ടിൽ ചീര ചെയ്യുമ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മളുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോറ് തിന്നുമ്പോൾ തട്ടിപ്പൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി. പിന്നെ എനിക്ക് മടിയായിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി വെച്ചു. പിന്നെ എല്ലാവരും ചോറിലേക്ക് കഴിച്ചു. പിന്നെ എനിക്ക് ബാക്കിയായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ ഗേസ്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ കുഞ്ഞു മക്കളെ ചാനൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, ഞങ്ങളെ അസുഖങ്ങൾ മാറാനും എല്ലാത്തിനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.